ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിവാഹം വെറുതെ വിവാഹം എന്നാണോ പറയുന്നത്, വെറും മാരേജ് എന്നാണോ, വെറും മാട്രിമണി എന്നാണോ പറയുന്നത്, അതോ ഹോളി മാട്രിമണി, വിശുദ്ധ വിവാഹം എന്നാണ് പറയുന്നത്? വൈ? എന്തുകൊണ്ടാണ് അത് വിശുദ്ധ വിവാഹം എന്ന് പറയുവാനിടയായി തീർന്നത്? വിശുദ്ധം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് സെപ്പറേറ്റഡ് അൺടു ഗാഡ്. ദൈവം മാത്രമാണ് വിശുദ്ധൻ. വിശുദ്ധ വിവാഹം എന്ന് പറഞ്ഞാൽ ആ ദൈവം സാന്ദ്രീകരിക്കപ്പെട്ടതും ദൈവം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതുമായ അന്തസ്സത്തയുള്ള എന്തോ ഒന്നാണ് ഈ വിവാഹം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. മാരേജ് ഈസ് നോട്ട് ദാറ്റ് ലൈറ്റ്, ഇറ്റ് ഈസ് ഹോളി, ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് അൺ ടു ഗോഡ്. നിങ്ങൾ മറക്കരുത്. ഓൺലി ഗോഡ് ഈസ് ഹോളി ആൻഡ് ഈസ് യുണീക്ക്. നിസ്തുലനായവൻ, അവനെപ്പോലെയുള്ളവൻ, അവനല്ലാതെ മറ്റാരുമില്ല. ഹീ ഈസ് ഓൾസോ സംബഡി ദാറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദിസ് യൂണിവേഴ്സ് ആൻഡ് ദിസ് വേൾഡ്. ആമേൻ. കർത്താവ് ഈ എൻഡ് ടൈംസിനെ കുറിച്ച് പ്രൊഫസ് ചെയ്തപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്നറിയാമോ? എപ്രകാരമാണ് എൻഡ് ടൈംസ് ആയിരിക്കുക എന്നുള്ളതിനെക്കുറിച്ച്, പ്രത്യേകിച്ചും നോഹയുടെ കാലം പോലെ ആയി തീരുമെന്ന് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ് നമുക്കത് കാണുവാൻ. അവസാനം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ കാലഘട്ടം പോലെ ആയി തീരുമെന്ന് കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ പ്രവചിച്ച് പറയുമ്പോൾ നമ്മളും വി ആർ വെരി ക്ലോസ് ടു ദാറ്റ് ഏജ്. ആർ യു ഷുവർ അബൌട്ട് ദാറ്റ്? നമ്മളും ആ ഏജിന് വളരെ ക്ലോസ് ആണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭക്ഷിക്കുക, കുടിക്കുക, വിവാഹത്തിന് കൊടുക്കുക, വിവാഹത്തിന് കൊടുത്തു പോരുക. ആമേൻ. ഇതെല്ലാം വാസ്തവത്തിൽ സാത്താൻ ഈ കർത്താവിൻ്റെ ഉദ്ദേശമാകുന്ന വിശുദ്ധ വിവാഹത്തെ അവൻ ബലമായി, ഈ ഉസർവ്ഡ് ബൈ ദി എനിമി, അവൻ ബലമായി കൈയടക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് അതിനെ വ്യതിചലിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. അതിനാലാണ് വിവാഹം ഇന്ന് ഇപ്രകാരമുള്ള നോഹയുടെ കാലത്തുണ്ടായിരുന്നത് പോലെയുള്ള ഒരവസ്ഥയായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നമ്മൾ അത്ഭുതം തോന്നുമല്ലേ? അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ഒരേ സെക്സിലുള്ളവർ മാരേജ് ചെയ്യുവാൻ തക്കവണ്ണം ഇന്ന് ഗവൺമെൻറ് ഓർഡിനൻസ് ഇട്ടേക്കുക അല്ലേ? അമേരിക്കയിൽ അത് കോമൺ ആണ്. അങ്ങനെയുള്ള ആളുകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ്? പിന്നെ ചിലർ വിവാഹം പോലും കഴിക്കുകയില്ല. ഇപ്പോഴത്തെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലിവിങ് ടുഗെദർ, വിവാഹം കഴിക്കുകയില്ല, അവർ ലിവിങ് ടുഗെദറാണ്. എനിക്ക് പലരെ അറിയാം, വർഷങ്ങളായിട്ട് ലിവിങ് ടുഗെദർ. ഒരു കൊച്ചൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ ഇട്ടേച്ച് പോകും, ചിലപ്പോൾ അവർ വിവാഹം കഴിക്കും. ഇതൊക്കെ ഏത് തരത്തിൽ, വാട്ട് കൈൻഡ് ഓഫ് മാരേജ് ഇസ് ദാറ്റ്? അത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ ഏതെങ്കിലും തരത്തിൽ നിവർത്തിക്കുന്നതാണോ, ഓർ ഇസ് ഇറ്റ് ഹോളി? ചിന്തിക്കണം. വിവാഹം കഴിഞ്ഞ് നമ്മളും വിവാഹത്തെക്കുറിച്ച് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം, അറ്റ്ലീസ്റ്റ് വരും തലമുറയ്ക്ക് വേണ്ടി. ആമേൻ. എൻ്റെ ഭാരം ഈ കല്യാണത്തെ കുറിച്ച് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്കുള്ള ഭാരം. To bring us back to the beginning where God has ordained something. നമ്മുടെ ആരംഭത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ഭാരം. ആമേൻ. എന്താണ് ദൈവനിയോഗിതമായ വിവാഹം? വാട്ട് ഈസ് ഗോഡ് മാരേജ്? നമ്മളൊരു സമൂഹത്തിൽ താമസിക്കുന്നു, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, എല്ലാം. പ്രത്യേകിച്ച് വിവാഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു യങ് പീപ്പിൾ കൂടുതൽ അല്ലേ? പക്ഷേ ഈ യങ് പീപ്പിൾ ദേ ആർ അണ്ടർ സം കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസ് റിഗാർഡിങ് ദിസ് മാറ്റർ. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള എന്തോ ഒരു സ്വാധീന വലയത്തിലാണ് ഇന്ന് ചെറുപ്പക്കാരായിരിക്കുന്നത് അല്ലേ? മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, കോളേജിൽ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, ഒരു കല്യാണം കഴിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ച, ദേ ഡോണ്ട് ഹാവ് എൻ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ മാരേജ്. ആമേൻ. എല്ലാം സെൽഫ് സെൻറ്റേർഡായി മാറിയിരിക്കുന്നു. അവരുടെ ഒരു കൊച്ചു കുട്ടിയെ വളർത്തി, ആ ഒരു കുട്ടിയെ വളർത്തി ഓമനിച്ച് വളർത്തി കുറേ കാലം കഴിഞ്ഞപ്പോൾ അവളുടെ മാതാപിതാക്കളെ വിട്ടോ, അവനവൻ്റെ മാതാപിതാക്കളെ വിട്ടോ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി അങ്ങ് പോയി. അതെന്തിനെ കാണിക്കുന്നു? ദീസ് ആർ ഓൾ സെൽഫ് സെൻറ്റേർഡ് മാറ്റേഴ്സ്. എല്ലാം സ്വയം കേന്ദ്രീകൃതമായ വിഷയങ്ങളായി മാറിക്കളഞ്ഞു. ആമേൻ. എന്തുകൊണ്ടാണത്? ആമേൻ. നമ്മൾ വാസ്തവത്തിൽ വിവാഹം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വാസ്തവത്തിൽ വി വോണ്ട് ടു ഗെറ്റ് ലവ്, വി വോണ്ട് ടു ഗെറ്റ് അവർ ഹ്യൂമൻ നീഡ്സ് സാറ്റിസ്ഫൈഡ്, ഫോർ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ. എവറിത്തിങ് ഈസ് ഓക്കെ, എല്ലാം നല്ല കാര്യമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫോർ മിയർ ഹാപ്പിനെസ്. ഇതെല്ലാം വേദപുസ്തകം നമുക്ക് കാട്ടിത്തരുന്ന ആ സത്യത്തിൽ നിന്നൊക്കെ വളരെ അകലെയാണ്, വളരെ വളരെ അകലെയാണ്. ആമേൻ. എന്താണ് ദൈവത്തിൻ്റെ, ഇനി ഞാൻ വരുന്നത് അവസാനിപ്പിക്കുന്നു അത് തന്നെ ആയിരിക്കും. വാട്ട് ഈസ് ഇൻ ഗോഡ്സ് ഹാർട്ട്? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എന്താണ്? ദൈവം സൃഷ്ടിച്ചതിന് ശേഷം, സൃഷ്ടി കഴിഞ്ഞതിന് ശേഷം ദൈവം ആദ്യം നിയോഗിച്ചാക്കിയ വിഷയം എന്തായിരുന്നു? വാട്ട് വാസ് ഇറ്റ്? ഇറ്റ് വാസ് മാരേജ്. സൃഷ്ടി കഴിഞ്ഞ് ദൈവം ആദ്യം ചെയ്തത് എന്തായിരുന്നു? സംശയമുണ്ടോ? ആദാമിനെ സൃഷ്ടിച്ചിട്ട് ആദാമിൻ്റെ ഒരു നേരിണയെ കൊടുക്കുക എന്നുള്ളതായിരുന്നു ദൈവം. അപ്പം സൃഷ്ടി കഴിഞ്ഞ് ദൈവം മറ്റൊന്നും ചെയ്തില്ല, ഒരു നേരിണയെ കൊടുക്കുക എന്നുള്ളതായിരുന്നു.
അവരുടെ ജനനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിഷയമാണ് വിവാഹം. പഠനമല്ല, മാതാപിതാക്കളുടെ കൂടെ നിങ്ങൾ ജീവിച്ചതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഡു യു നോ യു ആർ ഗോയിങ് ടു എൻറ്റർ ഇൻ ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഓഫ് യുവർ ലൈഫ്. അതാണ് വിവാഹം. അത് ദൈവ നിയോഗിതമാണ്. നമുക്കൊരു ശരീരം തന്നു അല്ലേ? ദൈവം അതിനകത്ത് ജീവശ്വാസം ഊതി നമ്മൾ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഇനിയും എന്തിനാണ് ഈ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി തീർന്ന ആദാമിന് മറ്റൊരാളെ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവയുടെയായി തീർന്നത്? ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സിലൂടെയാണ് ദൈവം ആദാമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചത്. വലിയൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. ആദാമിന് ഒരു ഗാഠനിദ്ര വരുത്തി, അനസ്തേഷ്യ കൊടുത്തു എന്നാണ് പറയുന്നത്, ഡോക്ടേഴ്സിനറിയാം. ആദാമിൻ്റെ ഒരു ഓപ്പറേഷൻ നടത്തി ആദാമിൻ്റെ വശത്തു നിന്ന് ഒരു വാരിയെടുത്ത് അതിൽ ഹവ്വയെ അവൻ്റെ കൗണ്ടർ പാർട്ടിനെ ഉണ്ടാക്കുക. അതിന് മലയാളം ബൈബിളും ഇംഗ്ലീഷ് ബൈബിളുമായിട്ട് ഒരല്പം വ്യത്യാസമുണ്ട്. ആൻഡ് ജെഹോവ ഗോഡ് സെഡ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ ദ മാൻ ടു ബി അലോൺ, ഐ വിൽ മേക്ക് ഹിം എ ഹെൽപ്പർ ആസ് ഹിസ് കൗണ്ടർ പാർട്ട്. അപ്പോൾ ഒന്ന് ഓർക്കണം, വിവാഹം ദൈവം നിയമിച്ചാക്കുമ്പോൾ ദൈവത്തിനൊരു നീഡുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ നീഡിൻ്റെ ആ ആവശ്യകത ദൈവം ആദാമിലേക്കും പാർട്ട് ചെയ്തു. ആഡം ഓൾസോ ഹാഡ് എ നീഡ്. അപ്പോൾ രണ്ടു പേർക്കും ഒരു നീഡുണ്ട്. അപ്പോൾ ഈ നീഡ് പൂർത്തീകരിക്കണമെങ്കിൽ എപ്രകാരമായിരിക്കും ആദാമിനെ ദൈവത്തിന് സാധിക്കുക? അതിന് എവിടെ നിന്ന് വരണം? ഒരു സ്ത്രീയെ മണ്ണിൽ നിന്നുണ്ടാക്കിയാൽ പോരായിരുന്നു? ശരിക്കും നമുക്ക് ചിന്തിച്ച് നോക്കിയേ, ദൈവത്തിന് അത് കഴിയില്ലായിരുന്നു. ഒരു ഹവ്വായെ മണ്ണുകൊണ്ട് ഉണ്ടാക്കി ജീവശ്വാസം ഊതി അവളെയും ആദാമിൻ്റെ അടുത്ത് ഹവ്വ ആദത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നേ മതിയാകും. എന്നാൽ മാത്രമേ അവൻ്റെ കൗണ്ടർ പാർട്ട് ആകുകയുള്ളൂ. ഈ ആദാമിനെ ഇപ്രകാരം ഉറക്കത്തിലാക്കിയതും ഒക്കെ വളരെ ഫണ്ണി ആയിട്ട് നമുക്ക് തോന്നാം. ഒരു സൈഡ് തുറന്നു, ഒരു റിബൊക്കെ എടുത്തു. അതിന് പറയുന്നത് യൂസ് ദിസ് റിബ് ടു ബിൽഡ് വുമൺ ആൻഡ് ബ്രോട്ട് ദിസ് വുമൺ ടു ഹിം. അതിന് ഇംഗ്ലീഷ് ബൈബിളിൻ്റെ വാക്യം ഞാൻ ഗ്രീക്ക് ട്രാൻസ്ലേഷനുള്ള ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ബൈബിളിൽ നിന്നുള്ളതാണ്. ഇങ്ങനെ പറയുന്നു, Genesis 2:21, and Jehovah God caused a deep sleep to fall upon the man, and he slept. And he took one of his ribs and closed up the flesh in that place. അവിടെ എന്താണ് കാണുന്നത്? 22-ാം വാക്യത്തിൽ പറയുന്നു, and Jehovah God built the rib which he had taken from the man into a woman. ഉണ്ടാക്കിയെന്നല്ല പറയുന്നത്. മൂലഭാഷയിൽ എബ്രായ ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള തർജിമ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൽ കാണുന്നത് യഹോവ ഗോഡ് ബിൽറ്റ്, ഹവ്വയെ പണിയുകയായിരുന്നു, ഉണ്ടാക്കുകയല്ല. ദൈവത്തിൻ്റെ ഹൃദയാഭിലാഷത്തിൻ്റെ ഒരു നിഴലാണ്, നമ്മൾ ഒരു ടൈപ്പാണ് അവിടെ കാണുന്നത്. എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്നാണ് അവിടെ കാണുന്നത്. ആൻഡ് ദ മാൻ സെഡ്, ദിസ് ഈസ് ബോൺ ഓഫ് മൈ ബോൺസ് ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്, ദിസ് വൺ ഷാൽ ബി കോൾഡ് വുമൺ, ബിക്കോസ് ഔട്ട് ഓഫ് മാൻ ദിസ് വൺ വാസ് ടേക്കൻ. ആദാമിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം. ദൈവത്തിനൊരാവശ്യമുണ്ടായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ചതിൽ. പ്രപഞ്ചത്തിലെ സകല ചക്രവാളത്തെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച് അതിൻ്റെ സ്ഥാനത്താക്കിയ ദൈവം അതിലേറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി നടത്തിയതിൽ ആയിരുന്നു മനുഷ്യൻ. ആ മനുഷ്യന് ദൈവം ഒരാവശ്യത്തെ കൊടുത്തു. ആ ആവശ്യം എന്തായിരുന്നു? അത് ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു. ആ ദൈവത്തിൻ്റെ ആവശ്യം മനുഷ്യനിലേക്കും ഒരു ആവശ്യമായി പകർന്നു നൽകി. സോ മാൻ ഓൾസോ ഹാസ് എ നീഡ്. ദാറ്റ് മീൻസ് ഹി നീഡഡ് എ കൗണ്ടർ പാർട്ട്. കൗണ്ടർ പാർട്ട് എന്തിനാണ്? മൾട്ടിപ്ലൈ, പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ശത്രുവിനെ കീഴടക്കിക്കൊണ്ട് ഒടുവിൽ ദൈവത്തിൻ്റെ രാജ്യത്തെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പരമോന്നോദ്ദേശം. പക്ഷെ താൽക്കാലികമായി സൈറ്റൻ എസർവ്ഡ് ഡിസയർ ദ പ്ലാൻ ഓഫ് ഗാഡ്. താൽക്കാലികമായി സാത്താൻ അത് ചെയ്തു. അപ്പോൾ ഈ ആദാമിന് കൊടുത്തതായ ആ നീഡ് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഒരു ഇൻകംപ്ലീറ്റ്നെസ്, അത് പൂർണ്ണമല്ലായിരുന്നു. അപൂർണമായ ഒരു നീഡിൻ്റെ അപൂർണത ആദാമിലുണ്ടായിരുന്നു. സോ എങ്ങനെ ജീവിക്കണം, എപ്രകാരമായിരിക്കണം നിങ്ങൾ തുടർന്നുള്ള ജീവിതം, അങ്ങനെ ആയിരിക്കണം, കുറേ നല്ല സ്ട്രാറ്റജീസൊക്കെ നമുക്ക് പറയുവാൻ കഴിയുമായിരിക്കാം. എൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരമോന്നത ലക്ഷ്യത്തിലേക്ക് വിവാഹ ജീവിതം എന്താണെന്ന് പറഞ്ഞ് ഉറപ്പിക്കുവാനാണ് എന്നെ എൻ്റെ ദൈവം ഇന്നിവിടെ നിയോഗിച്ചിരിക്കുന്നത്. ഒരു പർപ്പസ് ഓഫ് മാരേജ് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം എന്ന് പറയുമ്പോൾ, പണ്ട് കാലത്ത് നമുക്കറിയാമോ വേർപിരിയലുണ്ടായിരുന്നില്ല, ഡൈവേഴ്സസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, സെപ്പറേഷൻസും ഉണ്ടായിരുന്നില്ല. ആമേൻ. ഇപ്രകാരം വേർപിരിഞ്ഞ കുടുംബജീവിതമുള്ളവരെ നമ്മൾ കാണുവാനും നമ്മൾ അവരെ കം അക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്? ആമേൻ.
ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വിവാഹത്തെക്കുറിച്ചിട്ടുള്ള ശരിയായ ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാട്, ദൈവികമായ കാഴ്ചപ്പാട് അവർക്കില്ലാത്തത് കൊണ്ടാണ്. ദൈവ ഉദ്ദേശപരമായ കാഴ്ചപ്പാട് അവരില്ലാത്തത് കൊണ്ടാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുവാനിടയായിത്തീരുന്നത്. അതിന് ഒരു വാക്ക് ഇങ്ങനെ ഉപയോഗിക്കാം: യു നീഡ് എ ഗവേണിംഗ് വിഷൻ. നമ്മുടെ നിയന്ത്രിത ഘടകമായ ഒരു വിഷയം വിവാഹത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ഉണ്ടായിരിക്കണം. ഒരു ഗവേണിംഗ് വിഷൻ, നിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ചിട്ടുള്ള മാരേജ് ഞങ്ങളുടെ കുടുംബജീവിതമായി തീരുവാനും ഞങ്ങളുടെ വിവാഹ ജീവിതം അപ്രകാരമായി തീരുവാനുമുള്ള ഒരു ഗവേണിംഗ് വിഷൻ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് അതാണ് ദൈവത്തിൻ്റെ ആ ഒരു വിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മാരേജ് പ്രോപ്പറായി തീരും. വിവാഹം കഴിച്ചവരോട് വിവാഹം കഴിച്ചവരും സീനിയേഴ്സായിട്ടുള്ള സഹോദരന്മാരോടും പറയട്ടെ, നിങ്ങളും ഇപ്രകാരം ദൈവത്തിൻ്റെ നിയന്ത്രിത ഘടകമായ ദർശനം വിവാഹത്തെ സംബന്ധിച്ച് നമ്മിൽ തീർച്ചയായും ഉണ്ടായിരിക്കണം. അതിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണമായും കർത്താവ് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേർപിരിയുക എന്നുള്ളത്. മത്തായി 19:7 ശിഷ്യന്മാർ ചോദിക്കുന്നു, എന്നാൽ ഉപേക്ഷ കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചത്, ആദിയിൽ അങ്ങനെ അല്ലായി. നിങ്ങൾ ആ വാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട് ടച്ച് ചെയ്ത ഭാഗം ഏതാണ്? നമ്മൾ പലത് വായിച്ചു. ഡൈവേഴ്സ് ആണോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാമോ എന്ന് ചോദിച്ചതാണോ? അല്ല, ആദിയിൽ അങ്ങനെയല്ലായി. ഇൻ ദ ബിഗിനിങ് ഇറ്റ് വാസ് നോട്ട് സോ. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് മോശ അപ്രകാരം ഉപേക്ഷണ പത്രം കൊടുക്കുവാൻ തക്കവണ്ണം കൽപ്പിച്ചത്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടത്രേ. നിങ്ങളുടെ ഹൃദയകാഠിന്യം, ക്രൂശ് എടുക്കുവാൻ, കുടുംബജീവിതത്തിൽ ക്രൂശ് എടുക്കുവാൻ കഴിയാതെ, പരസ്പരം ക്രൂശുവാഹികളായി തീരുവാൻ കഴിയാതെ, ക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യത്തെ കാണുവാൻ കഴിയാതെ, ആത്മാവിൽ ഇരിക്കുന്ന ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതായ ആ വലിയ കാര്യങ്ങൾ കാണുവാൻ കഴിയാതെ, അവൻ്റെ പിന്നാലെ ശരിയായി അനുഗമിക്കുവാൻ അനുവദിക്കാതെ വണ്ണം സാത്താൻ അവരുടെ ഹൃദയം കഠിനപ്പെടുത്തുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ പറയുന്നു, again let us go back to the beginning. വീണ്ടും പറയുന്നു, let us go back to the beginning. ആദിയിൽ എങ്ങനെയായിരുന്നു? ആദാമും ഹവ്വായും വേർപിരിഞ്ഞു. 900 വർഷം അവർ പാപം ചെയ്തു. ഇതെല്ലാം സംഭവിച്ചെങ്കിൽ തന്നെയും അവർ ദൈവസന്നിധിയിൽ തന്നെ ഇത്രയും വർഷം ജീവിച്ചു എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. എബ്രായ ലേഖനം 13-4 വാക്യം പറയുന്നുണ്ട്. അടുത്ത വാക്യം പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഇവിടെ പറയുന്നത് മാരേജ് ഈസ് ഓണറബിൾ ടു ഓൾ. നമ്മളിൽ ഒരാൾക്ക് രാഷ്ട്രപതിയാകുവാനോ പ്രധാനമന്ത്രിയാകുവാനോ മന്ത്രിയാകുവാനോ അല്ലെങ്കിൽ വലിയൊരു ഉദ്യോഗത്തിലേക്ക് എത്തിച്ചേരുവാനോ ഒക്കെ സാധിച്ചാൽ ദാറ്റ്സ് എ ഓണറബിൾ പൊസിഷൻ ഇൻ എ സൊസൈറ്റി, അല്ലേ? സൊസൈറ്റിയിലുള്ള വലിയൊരു ഓണറബിൾ പൊസിഷനാണ്. കിട്ടിയാൽ നമുക്കൊക്കെ സന്തോഷമാണ്. പക്ഷെ വേദപുസ്തകം പറയുന്നു, നമുക്ക് എല്ലാവർക്കും അതിനേക്കാൾ മാന്യവും ഓണറബിളുമായിട്ടുള്ള ഒരു പൊസിഷനാണ് നമ്മളുടെ വിവാഹം, നമ്മുടെ വിവാഹ ജീവിതം. സോ ഇറ്റ് ഈസ് ഓർഡൈൻഡ് ബൈ ഗോഡ്, സോ ഇറ്റ് ഈസ് ഓണറബിൾ ആൻഡ് ഇറ്റ് ഈസ് ഹോളി. ആമേൻ. It is placed in the high place. ഉന്നതമായ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ഒന്നാണ് വിവാഹം. ഇറ്റ് ഈസ് നോട്ട് ഓൺ എ ലോ ലെവൽ. അത് സിയോൻ പർവ്വതം വരെ ഉയർന്നതാണ്. പക്ഷെ അവിടെ അതിനു മുൻപ് എന്താണ്? മോറിയാമല ഉണ്ടായിരിക്കണം. മോറിയാമലയിലല്ലേ യാഗം കഴിക്കാൻ കൊണ്ടുപോയത്? അവിടെ ആ മോറിയാമലയിൽ നമ്മൾ ആയിരുന്നാൽ മാത്രമേ നമുക്ക് വാസ്തവത്തിൽ ഈ ഹൈ പ്ലേസിൽ മാരേജിനെ എത്തിക്കുവാൻ പറ്റുള്ളൂ. അവിടെ എന്താ? ക്രൂശീകരണം നടക്കണം, ക്രൂശ് നടക്കണം, ക്രൂശിലായിരിക്കണം. അപ്പോൾ നമ്മൾ എന്തായിത്തീരുന്നു? നമ്മുടെ വിവാഹ ജീവിതം തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി ഇൻ എ ഹൈ പ്ലേസ്. അടുത്തത് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, ഈ ഹൈ പ്ലേസിലായിരിക്കുമ്പോഴാണ് വിവാഹ ജീവിതത്തിന് വേണ്ടി, സഭാജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കുടുംബ ജീവിതം നമുക്കുണ്ടാകുന്നത്. അപ്പം ഫാമിലി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഫാമിലി എന്ന് പറയുന്നത് ചർച്ച് ലൈഫ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ബ്ലോക്കാണ്. ഇറ്റ്സ് എ ബ്ലോക്ക് ടു ബിൽഡ് ദ ചർച്ച്. ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പള്ളിയോ ഒരു കുരിശു വെച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോകുന്നു. നോ, ചർച്ച് ഇസ് ദ ഓർഗാനിക് ബോഡി ഓഫ് ക്രൈസ്റ്റ് വിത്ത് ദ ഫ്ലോ ഓഫ് ബ്ലഡ്, വിത്ത് ബ്രീത്തിങ്, വിത്ത് ഡൈജഷൻ, വിത്ത് മെറ്റബോളിക് ആക്ടിവിറ്റി ഓൺലി, നോ കാറ്റബോളിസം, ഓൺലി മെറ്റബോളിക് ആക്ടിവിറ്റി. ആമേൻ. രക്തചംക്രമണം, ഇതെല്ലാം ഉള്ളതായ ഒരു ശരീരമാണ് സഭ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ ചർച്ച് ലൈഫിന്റെ ബിൽഡിങ്ങിന് വേണ്ടി ഏറ്റവും പ്രൈം യൂണിറ്റ് എന്താണ്? ഫാമിലി ലൈഫാണ്. ഇപ്പൊ നമുക്ക് കാണാം ഒരു സോളിഡ് ഫാമിലി ലൈഫ്. നമുക്ക് എന്താ കാണാം? ഹ്യൂമൻ സൊസൈറ്റിയിലെ ന്യൂക്ലിയർ ഫാമിലി. എനിക്ക് തന്നെ അർത്ഥം മനസ്സിലായില്ല എന്താണ് ഈ ന്യൂക്ലിയർ ഫാമിലി. എനിക്ക് തോന്നുന്നു ഭാര്യ ഭർത്താവ് മാത്രം എല്ലാം വിട്ടുമാറി അവർ മാത്രം താമസിക്കുന്നതിനെ ആയിരിക്കും ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഭാര്യയും ഭർത്താവ് മാത്രമായിട്ട് വേറെ എല്ലാവരെയും വിട്ട് അവർ എവിടെ എങ്ങോട്ടും പോകും, പിന്നെ ആരും നോക്കുകയില്ല, തിരിഞ്ഞു നോക്കുകയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് വേണം. ഇന്ന് സാത്താൻ സമൂഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള വിഷയത്തിലേക്ക് മനുഷ്യന്റെ ചിന്തയെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്.
ഒരിക്കൽ ഒരു സഹോദരൻ്റെ സന്ദേശം ഞാൻ ഇപ്രകാരം കേട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അമേരിക്കയിലാണ് സംഭവം, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചു. അതിൽ 5 മാർക്ക് ചെയ്യാൻ പറഞ്ഞു. ഓരോരുത്തർ നല്ലൊരു പങ്കും അതിന് ആൻസർ ചെയ്തെന്നറിയാമോ? നമ്പർ 1, ഫസ്റ്റ് വാസ് ബ്രോക്കൺ ഫാമിലി, ഫോളോഡ് ബൈ മെൻ്റൽ ഡിസോർഡേഴ്സ്, ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. തകർന്ന കുടുംബജീവിതമാണ് ഇന്ന് സാത്താൻ ഉപയോഗിക്കുന്നതായ. കാരണം കുടുംബജീവിതം തകർന്നാൽ സമൂഹം തകരും, കുടുംബജീവിതം തകർന്നാൽ സഭയുടെ വളർച്ച മുരടിക്കുവാനിടയായിത്തീരും. ഇതൊക്കെയാണ് ഇവന്റെ ചിന്ത. കാരണം അവന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ ആ ചർച്ചിന്റെ ബിൽഡിംഗ് ബ്ലോക്കിനെ ഉടയ്ക്കുകയും തകർക്കുകയും എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരമോദ്ദേശം ഇല്ലാതാക്കി തീർക്കുക എന്നുള്ളതാണ് സാത്താന്റെ സന്ദേശം. നിങ്ങൾ ചെറുപ്പക്കാരായവരുണ്ട്, പ്ലീസ് ഡോണ്ട് കൺസിഡർ മാരേജ് ലൈറ്റ്. ഇറ്റ്സ് എ വെരി സീരിയസ് അഫെയർ. ഇറ്റ്സ് എ വെരി സീരിയസ് അഫെയർ. ഹോൾഡ് ദ മാരേജ് ഇൻ ഓണർ. മാരേജിനെ അതിന്റെ ഗൗരവത്തിലും അതിന്റെ മാന്യതയിലും നിങ്ങൾ കരുതുക. ആമേൻ. ഇറ്റ് ഈസ് ഗോഡ് ഓർഡൈൻഡ്. യു ആർ യോക്ഡ് ടുഗെദർ. നിങ്ങൾ ഒരു നുഖത്തിന്റെ കീഴെ വെച്ച് കെട്ടപ്പെട്ട 2 വ്യക്തികളാണ്. ഒരു നുഖം ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു നുഖം നീങ്ങാൻ പറ്റത്തില്ല. ഒരാൾക്ക് ഒരു നുഖത്തിന്റെ കീഴിൽ നഴിഞ്ഞു മാറാനും പറ്റത്തില്ല. യു ആർ യോക്ഡ് ടുഗെദർ അണ്ടർ വൺ യോക്ക്. Keep it in its honor. We are deeply united. We cannot separate this. We are very deeply united. We cannot separate this. പൗലോസ് കല്യാണം കഴിച്ചവനല്ല. പക്ഷേ പൗലോസ് പ്രത്യേകിച്ച് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് വിവാഹത്തെക്കുറിച്ച്. ആ വിവാഹ ബന്ധങ്ങൾ ഭാര്യ എങ്ങനെയായിരിക്കണം, ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറിടം തുളയ്ക്കപ്പെട്ടു, അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ആ രക്തം നമ്മെ വീണ്ടെടുപ്പിനുള്ളതും ആ വെള്ളം ആമേൻ നമുക്ക് ജീവൻ നൽകുന്നതിന് വേണ്ടിയുള്ള ജീവന്റെ ജലമായിരുന്നു. അത് 7-ാം അധ്യായം വായിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു. അത് ജീവന്റെ ജലമായിരുന്നു. ആ ജീവന്റെ ജലം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? താൻ തന്റെ നേരിടയെ ഉളവാക്കുകയാണ്, തന്റെ കാന്തയെ ഉളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ബിൽഡിംഗ് ദ ചർച്ച്. ഹി ഈസ് ബിൽഡിംഗ് ദ ബ്ലോക്ക് ഇൻ ഈച്ച് ഫാമിലീസ്. ആമേൻ. ഇപ്രകാരമുള്ള ഒരു ജീവിതമാണ് കർത്താവ്, ഇപ്രകാരമുള്ള ഒരു ജീവനാണ് കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ നൽകി തന്നത്. നമുക്ക് തീർച്ചയായും കുഞ്ഞുങ്ങളുണ്ടാകും, മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഓൾസോ ഗോഡ് ഓർഡൈൻഡ് വേ. സ്നേഹം ആവശ്യമാണ്. ദാറ്റ് ഈസ് ഓൾസോ ടു ഷെയർ ദ പർപ്പസ് ഓഫ് ഗോഡ്. നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ദാറ്റ് ഈസ് സോൾവ് ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ ഹൃദയാഭിലാഷം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള സ്നേഹമാണ് നമുക്ക് ആവശ്യം. ഈ പർപ്പസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് കഴിഞ്ഞ് പറയാം, ഈ പർപ്പസ് നമുക്കുണ്ടെങ്കിൽ എന്തിലെത്തിക്കും? ഇറ്റ് വിൽ ബ്രിങ് us ടു ദ ന്യൂ ജെറുസലേം. ഇത് നമ്മെ പുതിയ ജെറുസലേമിലേക്ക് കൊണ്ടെത്തിക്കും. ഈ പുതിയ ജെറുസലേം കൊണ്ടെത്തിക്കുന്നു. ഇതൊരു ഹെവി ബർഡൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നരുത്. ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് വ്യൂ ഓഫ് ദ ലോർഡ് റിഗാർഡിംഗ് മാരേജ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇവിടെ വാസ്തവത്തിൽ ഇവരെ വോസാണ്, ഇവർ രണ്ടുപേരും പ്രതിജ്ഞ ചൊല്ലും. നിങ്ങൾ ഈ പ്രതിജ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചൊല്ലിയിട്ട് ആ കടലാസൊക്കെ വലിച്ച് ദൂരെ എറിയും. ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രതിജ്ഞ എറിഞ്ഞ് നിങ്ങൾ നാളെ ആ പേപ്പർ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കില്ല. ബട്ട് പ്രേ വിത്ത് ദാറ്റ് വോസ്. 2 ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ വോസ് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ 2 പേരും പ്രാർത്ഥിക്കുക. കർത്താവ് ആ വോസ് യാഥാർത്ഥ്യമാക്കി ജീവനിൽ സീൽ ചെയ്ത് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇത് വാസ്തവത്തിൽ ക്രിസ്തുവിനെ സഭയെയും കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായി നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം ആ വോസ് നിങ്ങൾ ചൊല്ലുവാൻ. വെറുതെ സഭ കാണുവാനോ പ്രിന്റ് ചെയ്തൊന്ന് വായിക്കുവാനുള്ളതല്ല വോസ്. ഇറ്റ് ഈസ് സംതിങ് വിത്ത് ലൈഫ്. ആ കടലാസിൽ ജീവനുണ്ട്. ആ ജീവൻ വേണം നിങ്ങൾ പൊതുവിൽ പ്രഖ്യാപിക്കുക. അത് ക്രിസ്തുവിന്റെ ജീവനായി അനേകങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ജീവനായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഓർക്കുക, enemy is not destroying individuals. Enemy is not destroying individuals. He is destroying marriages. He is destroying marriages. ദൈവത്തിന്റെ ലക്ഷ്യം ആത്യന്തികമായി, the goal of God depends entirely on marriage and family. Don't forget that. മറക്കരുത്. വിവാഹ ജീവിതത്തിലായിരിക്കുന്നവരും വിവാഹം കഴിക്കാൻ പോകുന്നവരും മറക്കരുത്. നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയും അതിന്റെ കെട്ടുറപ്പും അതിന്റെ ദൈവനിയോഗിത മാർഗത്തിലൂടെയുള്ള നിങ്ങളുടെ ജീവിതവുമാണ് ദൈവത്തിന്റെ പർപ്പസിനെ കംപ്ലീറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തെ സഹായിക്കുന്നത്. അതർവൈസ് വിത്തൗട്ട് യു ഹീൽ ബി ഹെൽപ്ലെസ്. നമ്മൾ കൂടാതെ ദൈവത്തിന് നീങ്ങുവാൻ കഴിയും. ദൈവം പരമോന്നതനാണ്, ശ്രേഷ്ഠനാണ്, ശക്തിമാനാണ്. പക്ഷേ യു നോ വൺ തിങ്, ഗോഡ് കനോട്ട് മൂവ് വിത്തൗട്ട് അസ്. നമ്മെ കൂടാതെ ദൈവത്തിന് ചലിക്കുവാൻ, അല്ലെങ്കിൽ ആദാമിനെ ഉണ്ടാക്കണ്ടായിരുന്നല്ലോ, ഹവ്വയെ ഉണ്ടാക്കണ്ടായിരുന്നല്ലോ, അല്ലേ? നോ, മൾട്ടിപ്ലിക്കേഷന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. 4000-6000 വർഷങ്ങൾ കാത്തിരിക്കേണ്ട. Again he is waiting for his second return. 2ാമത്തെ വരവിനായി കർത്താവ് വീണ്ടും കാത്തിരിക്കും. ബിക്കോസ് his chosen ones are still there. വീണ്ടും ഇരിക്കുന്നു. അവനെ തെരഞ്ഞെടുക്കപ്പെടേണ്ടതായ ജീവിതങ്ങൾ ഇനിയുമുണ്ട് ഭൂമിയിൽ. കർത്താവ് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്.
അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കണ്ടെത്തുവാനും ആ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കർത്താവിലേക്ക് കൊണ്ടുവരണം ആരെ ആവശ്യമുണ്ട്? ഒരിക്കലും വിവാഹ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യരുത് മറ്റുള്ളവർ. ദാറ്റ്സ് അഗൈൻ എ ഗോഡ് ഓറിയന്റഡ് വേ. ഒരിക്കലും വിവാഹത്തിൽ ഇന്റർഫിയർ ചെയ്ത് അതിനെ വേർഭരിക്കുവാൻ ശ്രമിക്കരുത്. അറ്റ്സ് വെരി സീരിയസ്. അത് മാത്രമല്ല, ഒരു വിവാഹത്തിൽ ഇടപെടുമ്പോഴും അത് വളരെ ശ്രദ്ധിച്ചു വേണം. രണ്ടുപേരുടെ വിവാഹം നമ്മൾ ആലോചിച്ചു, കണ്ടുമുട്ടി, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ അതിലൊക്കെ ഞാൻ ഇടപെടുമ്പോഴും, ഞാൻ അവരെ പരിചയപ്പെടുത്തുവാൻ ഇടപെടുമ്പോഴും എനിക്കറിയാം ഗൗരവമേറിയ ഒരു വിഷയത്തിലാണ് ഞാൻ ഇടപെടുന്നത്. അതുകൊണ്ട് ഞാനും അതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവനായിരിക്കും. കർത്താവേ, ആ കുഞ്ഞുങ്ങളെ വിവാഹത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നീ എന്നെയാണ് അല്ലെങ്കിൽ ഞങ്ങളെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ലോർഡ് ഗൈഡ് us. നീ ഞങ്ങളെ നയിക്കണമേ. അതുകൊണ്ടാണ് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ റിയൽ മാരേജ്. എ മാരേജ് ഈസ് എ യൂണിയൻ ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയോട് നിങ്ങൾ ഓൾറെഡി സ്നാനത്താൽ ചേർക്കപ്പെട്ടവരാണ്. പക്ഷേ ആ റീയൂണിയന്റെ ബ്ലോക്ക് പെർഫെക്റ്റ് ആകുന്നത് എപ്പോഴാണെന്നറിയാവോ? വെൻ യു ആർ യുണൈറ്റഡ് ഇൻ മാരേജ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ വാസ്തവത്തിൽ അത് മാത്രമല്ല, ദിസ് ഓൾ ഗീവ് us എ പിക്ചർ ദാറ്റ് യു നീഡ് ടു റിഫ്ലക്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഫ്രം യുവർ ഫാമിലി ലൈഫ്. ദൈവത്തിന്റെ തേജസ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു വസ്ത്രധാരണത്തിലും വരവിലും ലാളിത്യത്തിലും. റിയലി ലെറ്റ് ഇറ്റ് ബി കണ്ടിന്യൂ. കുഞ്ഞുങ്ങളെ ഇത് നിങ്ങൾ തുടർന്ന് പോകും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷത്തോടെ പറയാം, ഹൃദയത്തെ തട്ടി പറയാം. ഇങ്ങനെ ഈ പ്രകാരമുള്ള മാതൃക വിശ്വാസഗോളങ്ങൾ എല്ലാവരും ഒന്ന് എടുത്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നുവെന്ന് അതിനെ തീർച്ചയായിട്ടും പങ്കുവഹിച്ച മാതാപിതാക്കള്, അവരുടെ സഭാ ശുശ്രൂഷകന്മാര്, സഭയുള്ളവരൊക്കെ തീർച്ചയായും അതിന് ഒരു ഉത്തരവാദിത്തം വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ പ്രതിഫലവും കർത്താവ് അവർക്ക് നൽകട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കല്യാണ ജീവിതത്തിൽ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ബോഡി ലൈഫ് ടുഗദർ. യു ആർ യോക്ക് അല്ലേ? ഈ ബോഡി ലൈഫ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? കമ്പാഷൻ, കൈൻഡ്നെസ്, ഫോർഗീവ്നെസ് ഓഫ് ബെയർ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഓർക്കുക, നമ്മൾ എങ്ങനെയാണ് നമുക്കിതുണ്ടാകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്? ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് ഡിനൈയിങ് അവർസെൽവ്സ്. പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് തന്നെ ഡിനൈ ചെയ്യാൻ പറ്റുമോ? വി ഹാവ് ടു ഡിനൈ അവർസെൽവ്സ്. കാരണം നമുക്ക് പലപ്പോഴും ഇഷ്ടമല്ല. നമ്മുടെ ഇഷ്ടത്തെ ഓവർകം ചെയ്യുവാൻ നമ്മുടെ ഭാര്യയാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും അതിനെ അതിക്രമിക്കുവാൻ തക്കവണ്ണം വി ഡോണ്ട് ലൈക്ക്. നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡിനൈ ആൻഡ് ബി ക്രൂസിഫൈഡ്. ആർ യു വില്ലിംഗ് ടു ബി ക്രൂസിഫൈഡ്? വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ. അപ്പം ഞാൻ അതിൻ്റെ വ്യാഖ്യാനം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉള്ളിലൊന്ന് ചിന്തിച്ചപ്പോൾ, കർത്താവ് നൽകി തന്നതാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ തോന്നുന്നു, പുത്രനെ ചുംബിക്കണമെങ്കിൽ ഞാൻ ക്രൂശിനെ ചുംബിക്കണം. ക്രൂശില്ലാതെ പുത്രനില്ല. So whom I am going to kiss the cross. നിങ്ങൾ ദമ്പതിമാരാ. When you kiss each other, when you love each other, when you embrace each other, just remember that you are kissing the cross. നമ്മൾ ക്രൂശിനെയാണ് ചുംബിക്കുന്നതെന്ന് മറന്നു പോകരുത്. പക്ഷേ ആ ക്രൂശിൻ്റെ അപ്പുറത്ത് എന്തുണ്ടെന്നറിയാമോ? There is love. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ പറയുന്ന സ്നേഹം ഈ ക്രൂശിലുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ എനിക്കൊരു ക്രൂശാണെന്ന് വിളിച്ചു പറയരുത്. എനിക്ക് ക്രൂശാണെന്ന് നേരിട്ട് മുഖത്തൊന്ന് നോക്കി പറഞ്ഞേക്കരുത്. It's not good. It's not good in the heart of God. കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഹൃദയത്തിൽ തോന്നിയാലും മാറിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ വാക്കുകളെ, കർത്താവേ നീ സ്നേഹമാണ്, നിന്റെ സ്നേഹം എല്ലാം ക്ഷമിക്കുകയും എല്ലാം കമ്പാഷനേറ്റ് ആണ്, ഫോർഗീവ്നെസ് ഉണ്ട്, ഇതെല്ലാം നിന്നിലുണ്ടെന്ന് ഞാൻ അറിയും. സോബർ മൈൻഡഡ് ആണ് അല്ലേ? നീ ക്ഷമിക്കുന്നവനും ദീർഘക്ഷമയുള്ള ആ ക്ഷമയും സ്നേഹവും എനിക്ക് തരണമേ. സോ ക്രൂസ് ആൻഡ് ലവ് ആൻഡ് ഡിനൈയിങ് അവർസെൽവ്സ്, ഓൾ ദീസ് ഫാക്ടേഴ്സ് ഗോസ് ടുഗദർ ഇൻ അവർ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാസ്തവത്തിൽ ഈ ഒരു ട്രെമൻഡസ് എഫക്റ്റ്, ക്രോസിൻ്റെ എഫക്റ്റും ഡിനൈയിങ് അവർസെൽവ്സിൻ്റെ എഫക്റ്റും മാരീഡ് ലൈഫിൽ ഉണ്ടായിരിക്കണം. ബിക്കോസ് നോ ക്രോസ് നോ സ്പിരിറ്റ്. സ്പിരിറ്റ് ഉണ്ടോ? ആത്മാവിൽ കർത്താവ് വാഴുന്നുണ്ടോ? നമ്മുടെ ആത്മാവും കർത്താവുമായി ചേർന്നൊരു മിങ്കിൾഡ് സ്പിരിറ്റാണ് നമുക്കുള്ളത്. There is no cross, no spirit. ആത്മാവിൽ ക്രൂശില്ലെങ്കിൽ കർത്താവില്ല. ആത്മാവിൽ കർത്താവിന് വസിക്കുവാൻ കഴിയുകയില്ല. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും we can deny ourselves and there is love, a clear love. You will be clear-eyed and sober-minded. You will be clear-eyed. ഒരു കഴുകൻ ആകാശത്ത് നോക്കിയാലും അവൻ്റെ കണ്ണ് വളരെ താഴെയുള്ള കോഴിക്കുഞ്ഞിനെ കാണുമെന്ന് പറയാം. അവൻ്റെ ദൃഷ്ടി അത്ര ക്ലിയർ ആണ് അവൻ്റെ വിഷൻ. അതുപോലെ വിഷനുള്ളവരായി തീരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. ഞാൻ അവസാന ഭാഗങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇസ്ഹാക്ക് കർത്താവാക്കി വെച്ചു. ഇസ്ഹാക്കിന് റബേക്കയെ കൊണ്ടുവന്നപ്പോൾ താൻ റബേക്കയെ സ്വീകരിച്ചു. ഈ റബേക്കയിൽ നിന്ന്, ഇസ്ഹാക്കിൽ നിന്നുമാണ് ആരുണ്ടായത്? പിന്നീട് അങ്ങോട്ട് മക്കളുണ്ടായി, യാക്കോബുണ്ടായി. ആ യാക്കോബിന്റെ സന്തതിയായി ഒടുവിൽ ക്രിസ്തു ഭൂമിയിൽ. ക്രിസ്തുവിനെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരു റബേക്ക ഇസ്ഹാക്കിന്റെ അടുക്കൽ വന്നു. നിങ്ങൾക്കറിയാമോ, ബോവസ് ഇസ്രായേലിലെ ശ്രേഷ്ഠനായ ഒരു
ഒരു പ്രഭു കുടുംബത്തിൽപ്പെട്ട ഇസ്രായേലിലെ ശ്രേഷ്ഠനായ ഒരു ധനവാനായ മനുഷ്യനായിരുന്നു. ഒരു പാവപ്പെട്ട മൊവാബ്യ സ്ത്രീ റൂത്ത് ബോവാസിൽ വന്നതിനാൽ അവർ രണ്ടുപേരും ചേർന്ന് ക്രിസ്തുവിനെ കൊണ്ടുവരുവാനായിട്ട്. എവ്രിതിങ് ഈസ് ടു ബ്രിങ് ഫോർത്ത് ക്രൈസ്റ്റ്. റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൽ അനേക പേരുകൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചു. ഈ പേരുകളൊന്നും നമ്മൾ ആരും എടുത്ത് പ്രസംഗിക്കാറുമില്ല. പക്ഷേ എത്ര വിശുദ്ധന്മാരുടെ പേരുകളാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ ശ്രേഷ്ഠമായി എനിക്ക് തോന്നിയത് അക്വിലാസിൻ്റെയും പ്രിസ്കില്ലയുടെയും ജീവിതമാണ്. പൗലോസ് അവരെ എടുത്തു പറയുന്നു, അവർ വന്ദനം ചെയ്യുവൻ. അവരുടെ ഭവനം എൻ്റെ ഭവനമായിരുന്നു, അവരുടെ ഭവനം പ്രാർത്ഥനാ ഭവനമായിരുന്നു. അവിടെ ആ ഭവനം ആരുടെ ഭവനമായിരിക്കും? അക്വിലായുടെയും പ്രിസ്കില്ലയുടെയും ഭവനമായിരിക്കും. അവിടെ എന്താണ് പ്രത്യേകത എന്നറിയാവോ? അവിടെ ആൾക്കാർ വരും, അവരെ ആക്സെപ്റ്റ് ചെയ്യണം, അവർ വരട്ടെ. അവർ വരുമ്പോൾ അവർ കർത്താവിനെ കേൾക്കുവാനിടയായി തീരണം. നിങ്ങൾ അവിടെ കർത്താവിൻ്റെ സഭയുടെ ബ്ലോക്ക് പണിയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് ഗോഡ്സ് ഹാർട്ട്സ് ഡിസയർ ബിഹൈൻഡ് യു. ദൈവം നിങ്ങളെ അപ്രകാരമാണ് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു ശബ്ദം ഉയരാൻ പാടില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ബഹുമാനിക്കുന്ന ഒരു ജനം നമ്മുടെ അയൽവക്കത്തിലും നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനുണ്ടാവും. വെരി കെയർഫുൾ ഇൻ യുവർ മാരേജ്. അപ്രകാരം ഉള്ള ഒരു ജീവിതം, ഈ ജീവിതമാണ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ കൺസുമേറ്റിംഗ് അൺടു ദ ന്യൂ ജെറുസലേം. ഇതാണ് പുതിയ യെരുസലേമിൽ പരിണിതി പ്രാപിക്കുന്നതായ കുടുംബജീവിതത്തിന്റെ ബ്ലോക്കാകുന്ന മാരീഡ് ലൈഫ്. ഈ മാരീഡ് ലൈഫാണ് സഭയെ പണിയുന്നത്. ഇതാണ് ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നേരുണയാണ് നമ്മൾ, അവന്റെ വധുവാണ്, അവന്റെ കാന്തയാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അവൾ ഒരുങ്ങുന്നു, നല്ല വസ്ത്രം മേടിക്കണം, എൻ്റെ ഭർത്താവ് വരാൻ പോകുന്നു, എൻ്റെ ഭർത്താവ് വരാൻ പോകുന്നു, ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും കൂടി ചേരാൻ സമയമായി. ദൈവത്തിന് ഒരു ഭാര്യയെ വേണം. ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് തൻ്റെ നേരിണയായി ജീവിക്കുവാനായിരുന്നു. അങ്ങനെ ജീവിക്കുവാൻ തക്കവണ്ണം അവന് അതേ ആവശ്യകത അവനിൽ ഉളവാക്കിയപ്പോൾ അവന് ഹവ്വായെ ആവശ്യം വന്നു. നിങ്ങളൊരു പ്രത്യേകത കണ്ടുണ്ടോ? ആദാമിനെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ പേരിടാനായിട്ട് മുമ്പിൽ കൊണ്ടുപോയി. കുരങ്ങുകളും ഉറാങ്കുട്ടാനും. ആദാം വാസ് സോ ഇന്റലിജന്റ്, ഹി ഗേവ് നെയിംസ് ടു ലോട്ട് ഓഫ് ആനിമൽസ്. അതിൽ നിന്നൊരെണ്ണത്തെ ആദാം തിരഞ്ഞെടുത്തില്ല. ആ വാക്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ നിന്നൊന്നും അവൻ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയില്ല എന്ന് ദൈവം കണ്ടു. യെസ്, അത് എവിടെ നിന്ന് വരണമായിരുന്നു? അത് അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണമായിരുന്നു. സോ ഇറ്റ് ഹാസ് ടു കം ഫോർത്ത് ഫ്രം ഇൻസൈഡ് ദ ബോഡി ഓഫ് ആഡം, the flesh of his flesh and the bone of his bone. But for the glory of God, for the glory of Christ, the ultimate aim of God in creating man and making him together for multiplication and building his mutual dwelling with man in the New Jerusalem as his eternal bride. ഒടുവിൽ പറയും, വരിക ചൊല്ലുന്നു ആത്മാവും കാന്തയും. യെസ്, ആർ യു പ്രിപ്പയർഡ് ടു മീറ്റ് ദ ലോർഡ് ഇൻ ദിസ് മാനർ? നിങ്ങളുടെ വിവാഹ ജീവിതം കൊണ്ട് ഇപ്രകാരം തയ്യാറെടുക്കുന്ന ഒരു കുടുംബമായി ഒരുക്കിയെടുക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുക്കാൻ, ഈ മാതാപിതാക്കൾ ഒരുക്കിയെടുത്തതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ ഓർക്കുക, സാത്താൻ്റെ പരമോന്നത ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഡിസ്ട്രോയ് ദ മാരീഡ് ലൈഫ്. ഇൻ ജനറൽ ഇറ്റ് ഹാപ്പൻസ്. അതിനെ തകർത്താലേ അവൻ്റെ ദേശം നടപ്പിലാകുള്ളൂ. കുഞ്ഞുങ്ങൾ വഷളായി പോവുകയുള്ളൂ. കുഞ്ഞുങ്ങൾ വഷളായി പോകുള്ളൂ. അവൻ അത് തോന്നിയ മാതിരിയായി പോകും. അവർ സമൂഹത്തിന് ദ്രോഹികളായി തീരുകയുള്ളൂ. അങ്ങനെ അവൻ്റെ ലക്ഷ്യം. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റണമെങ്കിൽ ഓൾ ദിസ് needs a lot of prayer, individually, personally, വ്യക്തിപരമായും കുടുംബമായും കോർപ്പറേറ്റ് ആയിട്ടും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളും പ്രാർത്ഥിക്കണം. കൂടി വന്ന വിശുദ്ധന്മാർ പ്രാർത്ഥിക്കണം. സഹോദരങ്ങൾ പ്രാർത്ഥിക്കണം. ബന്ധുജനങ്ങൾ പ്രാർത്ഥിക്കണം. Those who are attending the holy messages and the holy matrimony. Amen.